Hi friends, JENY'S vlogിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ബൂന്തി ലഡുവാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൂന്തി ലഡു തയ്യാറാക്കി എടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ വരുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലഡു തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ കടലപ്പൊടി ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ദോശമാവിൻ്റെ ബാറ്ററിലേക്ക് ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലേക്ക് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് കലക്കിയെടുക്കാം. ഇതിനി നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും 10 മിനിറ്റ് ആവും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ എണ്ണ വെച്ച് ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിഴുത്തയുള്ള ഒരു തവി എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ ഇതേപോലെയുള്ള ഒരു തവി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ലൂസായിട്ട് തന്നെ ഇതിലേക്ക് തന്നെ വീഴുന്ന രീതിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. പിന്നെ കുറച്ച് വിസ്താരമുള്ള പാത്രത്തിൽ ആ എണ്ണ ഒഴിച്ച് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ചെറിയൊരു ചീനിച്ചട്ടിയാണ് വെച്ചേ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് മാത്രം നമുക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എണ്ണയിലിട്ടത് 10 സെക്കൻഡ് നേരം മതി. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതേപോലെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബൂന്തിയെല്ലാം ഇവിടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ പഞ്ചസാര ഒന്ന് ലായനിയാക്കി എടുക്കണം. ഇതിലേക്ക് ഇനി 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് ഒരു നൂൽപ്പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാം. ബൂന്തി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര പാനി നന്നായിട്ട് വലിച്ചെടുക്കണം. നന്നായിട്ട് വറ്റിക്കിട്ടണം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കളറ് കുറച്ചുകൂടെ ഒന്ന് കിട്ടാൻ വേണ്ടി ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ യെല്ലോ ഫുഡ് കളറിൻ്റെ 2 ഡ്രോപ്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല, പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതായതുകൊണ്ട് ഞാനൊന്ന് ചേർത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്ക്കകത്തിൽ കുറച്ച് കറുത്ത റൈസൻസ് എടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര പാനിയിട്ട് നമ്മുടെ ബൂന്തിയെല്ലാം ഒബ്സർവ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഇത് തണുപ്പ് കഴിയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവും. ചെറുതായിട്ട് ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ബോൾസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ തീ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ എടുത്തും വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. എത്രയാണോ ലഡുവിന് വലിപ്പം ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം.
ഇതേപോലെ നമുക്ക് മുഴുവനും ഉരുട്ടിയെടുക്കാം. പിന്നെ ഇതൊന്ന് സെറ്റായി വരാൻ ഒരു 2-3 മണിക്കൂറൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായി കിട്ടും. അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ലഡുവൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൂന്തി ലഡു നമുക്ക് ഈ ഗണേശോത്സവത്തിന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വീട്ടിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.